ഹലോ കൂട്ടുകാരെ, ന്യൂ ഇയർ ആയിട്ടൊരു റെസിപ്പി വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ നേരത്തെ എടുത്തു വെച്ചെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴാണ് കേട്ടോ പറ്റിയത്. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചധികം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സവോളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചുമന്നുള്ളി വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം ആയിട്ടുള്ള 2 തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സവോള ഒന്ന് മിക്സിയിൽ അടിച്ചതൊന്ന് പരുവാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള, അതായത് ഈ ഗ്രേവിയുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കത് ആ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തക്കാളിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടിച്ചെടുക്കും. അതിലേക്ക് കുറച്ച് ഒരു ചെറിയ അളവിൽ വാളംപുളി പിഴിഞ്ഞും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർന്ന് ഒത്തിരി പുളി ആവാതെ നോക്കണം, തക്കാളിയുടെ പുളിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടെ അടിച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കാൻ വെച്ചിരുന്ന ഫിഷ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ഷാലോ ഫ്രൈ എന്ന് പറയാം. ഫുള്ള് അങ്ങനെ ഒരു ഫ്രൈ അല്ല, 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഉള്ളിലൊരു കുറച്ച് ഇതായിട്ടിരിക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ഗ്രേവി എല്ലാം കൂടെ അതിലേക്കൊന്ന് പിടിച്ച് സെറ്റ് ആവുകയുള്ളൂ. അപ്പം ഇതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വലിയ മീനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഷ്ണമൊക്കെ ആയിട്ടുള്ള മീനാകുമ്പോൾ പൊടിഞ്ഞു പോകില്ല. അല്ലാത്ത മീനാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന് പറ്റിയൊരു റെസിപ്പി ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു. ആദ്യം നമുക്ക് മസാലക്കൂട്ട് നമ്മൾ ഈ ഒരു പാനിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഫിഷ് വെക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വലിയ മീൻ കഷ്ണങ്ങളാകുമ്പോൾ അത് മറിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഇങ്ങനത്തെ മീനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അയലൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പോകാം, അതൊന്ന് നോക്കിയാൽ മതി. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവിക്ക്. ഈ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണേ. ഗ്രേവിയും ഫിഷൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നല്ല കുറുകി ചാറായിട്ട് ഇങ്ങനെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേവി മാത്രം മതി എനിക്ക് എന്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഫ്രൈ കഴിക്കണമെന്നുള്ളവർക്ക് ആ ഒരു ടൈപ്പ് കിട്ടുകയും ചെയ്യും. ഗ്രേവി കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പം എന്താണല്ലോ അസാധ്യ ടേസ്റ്റിലുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ അത്. നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.